പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോയിലോട്ട് നമ്മൾ പരിശോധിക്കാൻ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിൽ അക്കൗണ്ട് എന്ന് പറയുന്ന സെക്ഷനിലോട്ട് വരിക. അതിൽ ഓർഡേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഹിസ്റ്ററി അറിയാൻ സാധിക്കുന്നതായിരിക്കും. ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണോ ക്യാൻസൽ ചെയ്യേണ്ടത് ആ പ്രൊഡക്റ്റ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസുകൾ, അതേപോലെ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ക്യാഷ് ഓൺ പേയ്മെൻ്റ് ആണോ എന്നുള്ളതെല്ലാം തന്നെ നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മളുടെ ഓർഡറുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാറ്റസ്, എവിടെയാണ് എത്തിയിരിക്കുന്നത്, എപ്പോഴാണ് നമുക്ക് ഡെലിവറി ആവുന്നത്, ബാക്കി പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസുകൾ, നമ്മളുടെ ലൊക്കേഷൻ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകളെല്ലാം അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂറിന് ഉള്ളിലായിരിക്കും നമുക്ക് ആ പ്രൊഡക്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഫ്ലിപ്കാർട്ട് നൽകുന്നത്. ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ താഴ്ഭാഗത്തോട്ട് വരുന്ന സമയത്ത് ആ ഓർഡറിൻ്റെ സ്റ്റാറ്റസിന് താഴെയായിട്ട് എഡിറ്റ് ഓർഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വാട്ട് ഡു യു നീഡ് ഹെൽപ്പ് വിത്ത് എന്നുള്ളതിൻ്റെ താഴെയായിട്ട് ഐ വാണ്ട് ടു ക്യാൻസൽ മൈ ഓർഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെയായിട്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പ്രൊഡക്റ്റിന് താഴെയായിട്ട് കാണുന്ന റീസൺ ഫോർ ക്യാൻസലേഷൻ എന്നുള്ളതിന് താഴെയായിട്ട് എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ഒരു റീസൺ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്തെങ്കിലും ഒരു കമൻറ്റ് അതിന് താഴെയായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഈ രീതിയിലാണ് കമൻറ്റ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം സബ്മിറ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്യാൻസലേഷൻ കൺഫേംഡ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ചെക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഓർഡർ എപ്പോഴാണ് കൺഫേം ആയിരിക്കുന്നത്. അതിനുശേഷം നടന്നിരിക്കുന്ന അപ്ഡേറ്റുകൾക്ക് താഴെയായിട്ട് ആ സ്റ്റാറ്റസ് ഭാഗത്തായിട്ട് ക്യാൻസൽഡ് ടുഡേ, എത്ര മണിക്കാണ്, എത്ര ഡീറ്റെയിൽസ് എല്ലാം തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ 48 മണിക്കൂറിന് ശേഷമാണ് ക്യാൻസൽ ചെയ്യാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് ഇത് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് അത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കോൾ വരും. ആ സമയത്ത് നിങ്ങൾ കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല, അങ്ങനെ 1-2 പ്രാവശ്യമായിട്ട് കോൾ അറ്റൻഡ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ വരുന്നതായിരിക്കും. എഡിറ്റ് ഓർഡർ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ വാണ്ട് ടു ക്യാൻസൽ മൈ ഓർഡർ എന്ന് പറയുന്ന ഭാഗത്ത് ക്യാൻസൽ ഓർഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താണ് റീസൺ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റീസൺ ഫോർ ക്യാൻസലേഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം എന്താണ് കാര്യം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിയിട്ട് സബ്മിറ്റ് റിക്വസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസലേഷൻ കൺഫേം ആവുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല, അങ്ങനത്തെ ഓപ്ഷനുകളൊന്നും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് ഈ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് വാങ്ങിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല, എങ്ങനെയെങ്കിലും ഇത് ക്യാൻസൽ ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ വേറെ ഒന്നും തന്നെ പറയാതെ അത് ക്യാൻസൽ ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നില്ല. എന്നാൽ നിങ്ങൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് തിരിച്ച് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഈ രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് കാര്യം പറഞ്ഞാൽ മതി, അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.